ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു രഹസ്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് വിരൽ ചൂണ്ടുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ബൈബിൾ അതിന്റെ പഴയ നിയമവും പുതിയ നിയമവുമായി ആകെ 66 അല്ലെങ്കിൽ 73 പുസ്തകങ്ങളാണ് ഉള്ളത്. സഭകൾക്കനുസരിച്ച് ഇതിൽ മാറ്റമുണ്ട്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആദ്യകാല ക്രിസ്ത്യാനികളും യഹൂദന്മാരും വായിച്ചിരുന്ന, എന്നാൽ ഇന്ന് ബൈബിളിൽ ഇല്ലാത്ത ചില പുസ്തകങ്ങളുണ്ട്. അതിനെ അപ്പോക്രിഫ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെടാത്ത പുസ്തകങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതിൽ ഏറ്റവും വിവാദപരമായ, ചരിത്രകാരന്മാരെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു പുസ്തകമാണ് ഹാനോക്കിന്റെ പുസ്തകം അഥവാ ബുക്ക് ഓഫ് ഏനോക്ക്. മാലാഹമാരുടെ ലോകത്തെക്കുറിച്ചും അവർക്ക് ഭൂമിയിലെ സ്ത്രീകളിലുണ്ടായ ഭീമാകാരന്മാരായ മക്കളെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ ഘടനയെക്കുറിച്ചുമൊക്കെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയെ വെല്ലുന്ന രീതിയിലാണ് ഇതിൽ വിവരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും ആകർഷകരമായ ഒരു പുസ്തകം എന്തുകൊണ്ട് സഭാ അധികാരികൾ നിരോധിച്ചു? ഇത് ബൈബിളിൽ ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്തീയ വിശ്വാസം തന്നെ മാറിപ്പോകുമായിരുന്നു. സഭ ഭയപ്പെട്ട ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? കൃത്യമായ ചരിത്രരേഖകൾ വെച്ച് നമുക്കിത് പരിശോധിക്കാം. വെൽക്കം ടു യേശു നല്ലയിടയൻ ഹിസ്റ്ററി ഓഫ് ബൈബിൾ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം കമന്റ് ചെയ്യുക. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കണേ. ആദ്യം നമുക്ക് ബൈബിളിലെ ഹാനോക്ക് ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ മനുഷ്യന്റെ വംശാവലി പറയുന്നുണ്ട്. ആദാം, ഷേത്ത്, ഈനോഷ്, കേനാൻ, മഹലോൻ, യാരെദ്. ഈ യാരെദിന്റെ മകനാണ് ഹാനോക്ക്, അതായത് ആദാമിന്റെ 7-ാം തലമുറ. ഹാനോക്കിന്റെ മകനാണ് മെതുശലഹ്. ബൈബിളിൽ ഏറ്റവും കൂടുതൽ കാലം 969 വർഷം ജീവിച്ചിരുന്ന വ്യക്തി. മെതുശലഹിന്റെ മകനാണ് ലാമെക്. ലാമേക്കിന്റെ മകനാണ് മഹാപ്രളയത്തിൽ നിന്നും ലോകത്തെ രക്ഷിച്ച നോഹ. ചുരുക്കത്തിൽ നോഹയുടെ മുത്തശ്ശനാണ് ഹാനോക്ക്. ബൈബിളിൽ മറ്റെല്ലാവരെ കുറിച്ചും പറയുമ്പോൾ അവൻ ഇത്ര വർഷം ജീവിച്ചിരുന്നു, അവൻ മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഹാനോക്കിന്റെ കാര്യത്തിൽ മാത്രം ബൈബിൾ ഒരു വലിയ വ്യത്യാസം കാണിക്കുന്നു. ബൈബിൾ പറയുന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി. അവൻ മരിച്ചതായി ബൈബിൾ പറയുന്നില്ല. 365-ാം വയസ്സിൽ അവൻ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇത്തരത്തിൽ മരണം കാണാതെ ദൈവത്തിന്റെ അടുത്തേക്ക് പോയ ഒരാൾ സ്വർഗത്തിലും ഭൂമിയിലും കണ്ട കാഴ്ചകൾ, ദൈവം അവന് നൽകിയ വെളിപാടുകൾ എന്നിവ എഴുതി വെച്ചതാണ് ഹാനോക്കിന്റെ പുസ്തകം എന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രധാനമായും 5 പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണിത്. കാവൽക്കാരുടെ പുസ്തകം, ഉപമകളുടെ പുസ്തകം, ജ്യോതിശാസ്ത്ര പുസ്തകം, സ്വപ്ന ദർശനങ്ങൾ, ഹാനോക്കിന്റെ കത്ത് എന്നിവയാണ് അത്. ഇതിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച 1-ാമത്തെ ഭാഗമായ കാവൽക്കാരുടെ പുസ്തകം നമുക്ക് വിശദമായി നോക്കാം. ഹാനോക്കിന്റെ പുസ്തകത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഇതാണ്. ദൈവത്തിന്റെ പ്രത്യേക മാലാഹമാരായ കാവൽക്കാർ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെ സ്ത്രീകളെ നോക്കി. മനുഷ്യപുത്രിമാർ അതിസുന്ദരിമാരാണെന്ന് കണ്ട് അവർക്ക് മോഹമുണ്ടായി. അവർ സ്വർഗത്തിലെ തങ്ങളുടെ പദവി ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഹെർമോൻ പർവ്വതത്തിൽ വെച്ച് അവർ ഒത്തുകൂടി. തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല എന്ന് പരസ്പരം സത്യം ചെയ്തു. ഇങ്ങനെ വന്ന 200 മാലാഹമാരുടെ തലവൻ സോമ്യാസ ആയിരുന്നു. ഇവർ മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതിന്റെ ഫലമായി ഭൂമിയിൽ അസാധാരണ വലിപ്പമുള്ള ഭീമന്മാർ ജനിച്ചു. ഇവരെയാണ് നെഫ്ലീമുകൾ എന്ന് വിളിക്കുന്നത്. ഹാനോക്കിന്റെ പുസ്തകം അനുസരിച്ച് ഇവരുടെ വലിപ്പം 300 മുഴം, ഏകദേശം 450 അടി ആയിരുന്നു. ഇതൊരു പക്ഷേ അക്കാലത്തെ സാഹിത്യ ശൈലിയിലെ അതിശയോക്തിയായിരിക്കാം. പക്ഷേ ഈ ഭീമന്മാർ ഭൂമിയിലെ മനുഷ്യർ അധ്വാനിച്ചുണ്ടാക്കിയ ആഹാരമെല്ലാം തിന്നു തീർത്തു. ആഹാരം തികയാതെ വന്നപ്പോൾ അവർ മനുഷ്യരെയും മൃഗങ്ങളെയും വേട്ടയാടി തിന്നാൻ തുടങ്ങി. ഭൂമി രക്തച്ചൊരിച്ചിൽ കൊണ്ട് നിറഞ്ഞു. അതുമാത്രമല്ല, ഈ മാലാഹമാർ മനുഷ്യർക്ക് ചില നിഷിദ്ധമായ അറിവുകൾ കൈമാറി. ഉദാഹരണത്തിന്, അസാസേൽ എന്ന മാലാഹ മനുഷ്യരെ വാളുകളും കവചങ്ങളും ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, അതായത് യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചു. സ്ത്രീകളെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാനും ആഭരണങ്ങൾ അണിയിക്കാനും പഠിപ്പിച്ചു. മറ്റു ചില മാലാഹമാർ നക്ഷത്രങ്ങളെ നോക്കി ഭാവി പ്രവചിക്കാനും മന്ത്രവാദവും ഔഷധ കൂട്ടുകൾ ഉപയോഗിച്ച് വിഷം നിർമ്മിക്കാനും മനുഷ്യരെ പഠിപ്പിച്ചു. ദൈവം മനുഷ്യന് നൽകിയ സ്വാഭാവികമായ നന്മ ഇല്ലാതെയായി. ഭൂമി പാപം കൊണ്ട് നിറഞ്ഞു. മനുഷ്യരുടെ നിലവിളി സ്വർഗത്തോളം എത്തി. ഇതാണ് നോഹയുടെ കാലത്ത് ഒരു മഹാപ്രളയം വരുത്തി ഭൂമി മൊത്തമായി കഴുകി വെടിപ്പാക്കാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത്. ഈ മാലാഹമാരെ ദൈവം അഗാധമായ ഇരുട്ടിൽ ചങ്ങലക്കിട്ടു എന്നാണ് പുസ്തകം പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി വിവരിക്കുന്ന ഈ പുസ്തകം എന്തുകൊണ്ട് ബൈബിളിൽ ഇല്ല? ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം.
സഭ എന്തെങ്കിലും ഒളിക്കുകയാണോ? യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ ചില വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം കാനോനൈസേഷനും സഭാ കൗൺസിലുകളും. നമ്മൾ ഇന്ന് കാണുന്ന ബൈബിൾ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. AD 4-ാം നൂറ്റാണ്ടിൽ സഭാ പിതാക്കന്മാർ ഒത്തുകൂടി പ്രചാരത്തിലിരുന്ന നൂറുകണക്കിന് പുസ്തകങ്ങൾ പരിശോധിച്ച് ദൈവപ്രേരിതമെന്ന് ഉറപ്പുള്ളവ മാത്രം ബൈബിളിൽ ഉൾപ്പെടുത്തി. ഹാനോക്കിന്റെ പുസ്തകം ഈ പരിശോധനകളിൽ പരാജയപ്പെട്ടു. രണ്ടാമത്തെ കാരണം രചയിതാവിനെ കുറിച്ചുള്ള സംശയം. ഹാനോക്ക് പ്രവാചകൻ നേരിട്ട് എഴുതിയതാണ് ഇതെന്നാണ് അവകാശവാദമെങ്കിലും ഇതിന്റെ ഭാഷയും ചരിത്ര പശ്ചാത്തലവും പരിശോധിച്ചപ്പോൾ ഇത് BC 3-ാം നൂറ്റാണ്ടിലോ അതിനുശേഷമോ എഴുതപ്പെട്ടതാണെന്ന് കണ്ടെത്തി. അതായത് യഥാർത്ഥ ഹാനോക്ക് ജീവിച്ചിരുന്ന കാലത്തിന് എത്രയോ യുഗങ്ങൾക്ക് ശേഷം യഹൂദന്മാരിലെ ആരോ ഹാനോക്കിന്റെ പേരിൽ എഴുതിയ പുസ്തകമാണിത്. ഇതിനെ വ്യാജ പേരിലുള്ള രചനകൾ എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ കാരണം മാലാഹമാരെ കുറിച്ചുള്ള ദൈവശാസ്ത്ര വൈരുദ്ധ്യം. മാലാഹമാർക്ക് മനുഷ്യരെ പോലെ ശരീരമുണ്ടോ? അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമോ എന്ന ചോദ്യം വന്നു. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു വ്യക്തമായി പറയുന്നുണ്ട്, പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹം ചെയ്തു കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ മാലാഹമാരെ പോലെ അത്രേ ആകുന്നു. മത്തായി 22:30. യേശുവിന്റെ ഈ വചനത്തിന് വിരുദ്ധമായിരുന്നു ഹാനോക്കിന്റെ പുസ്തകം. മാലാഹമാർ ആത്മീയ ജീവികളാണെന്നും അവർക്ക് ഭൗതികമായ ഇത്തരം കാര്യങ്ങൾ സാധ്യമല്ലെന്നുമുള്ള മുഖ്യധാര വിശ്വാസത്തിൽ ഇത് എതിരായിരുന്നു. നാലാമത്തെ കാരണം യഹൂദ മതത്തിന്റെ നിലപാട്. ക്രിസ്തു മതത്തിന് മുൻപേ തന്നെ യഹൂദന്മാർ അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ നിന്ന് ഹാനോക്കിന്റെ പുസ്തകം ഒഴിവാക്കിയിരുന്നു. ക്രിസ്ത്യാനികൾ പഴയ നിയമ പുസ്തകങ്ങൾ സ്വീകരിച്ചത് യഹൂദന്മാരിൽ നിന്നാണ്. അവർ തള്ളിക്കളഞ്ഞ ഒന്നായതുകൊണ്ട് സ്വാഭാവികമായും സഭയും ഇതിനെ സംശയത്തോടെ വീക്ഷിച്ചു. എന്നാൽ സുഹൃത്തുക്കളെ, ഈ പുസ്തകം ബൈബിളിൽ ഇല്ലെങ്കിലും ബൈബിൾ എഴുതിയവർ ഈ പുസ്തകം വായിച്ചിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ബൈബിളിലെ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ യൂദാ എഴുതിയ യൂദായുടെ ലേഖനം ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ 14-15 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആദാമിന്റെ 7-ാം തലമുറയായ ഹാനോക്കും ഇവരെ കുറിച്ച് പ്രവചിച്ചു. ഇതാ കർത്താവ് എല്ലാവരെയും ന്യായവിധി നടത്തുവാൻ തന്റെ 10,000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു. ഈ വാചകം ബൈബിളിൽ വേറെ എവിടെയുമില്ല. ഇത് ഹാനോക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിലെ അതേ വരികളാണ്. അതായത് യേശുവിന്റെ ശിഷ്യന്മാർക്ക് ഈ പുസ്തകം സുപരിചിതമായിരുന്നു. അതുപോലെ തന്നെ പത്രോസിന്റെ 2-ാം ലേഖനത്തിലും 2 പത്രോസ് 2:4 പാപം ചെയ്ത മാലാഹമാരെ ദൈവം അന്ധകാര കുഴികളിൽ തള്ളി എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇതും ഹാനോക്കിന്റെ പുസ്തകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. മറ്റൊരു വലിയ തെളിവ് 1947 കണ്ടെത്തിയ ഡെഡ് സീ സ്ക്രോളുകൾ ആണ്. കുമ്രാൻ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ പുരാതന യഹൂദ രേഖകളിൽ ഹാനോക്കിന്റെ പുസ്തകത്തിന്റെ അരമായ ഭാഷയിലുള്ള പകർപ്പുകൾ ഉണ്ടായിരുന്നു. എല്ലാറ്റിനുമുപരി ആഫ്രിക്കയിലെ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ ഇന്നും അവരുടെ ഔദ്യോഗിക ബൈബിളിൽ ഹാനോക്കിന്റെ പുസ്തകം നിലനിർത്തിയിട്ടുണ്ട്. അതായത് അവർക്കിത് നിഷിദ്ധമായ പുസ്തകമല്ല, വിശുദ്ധ ഗ്രന്ഥമാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. സഭ എന്തോ വലിയ രഹസ്യം ഒളിപ്പിക്കാൻ വേണ്ടി ഹാനോക്കിന്റെ പുസ്തകം നിരോധിച്ചതല്ല, മറിച്ച് അതിന്റെ ആധികാരികത ഉറപ്പില്ലാത്തത് കൊണ്ടും സഭയുടെ പ്രധാന ഉപദേശങ്ങളുമായി അത് ചേർന്നു പോകാത്തത് കൊണ്ടുമാണ് സാധാരണ ബൈബിളിൽ നിന്നും അത് ഒഴിവാക്കപ്പെട്ടത്. എന്നാൽ ചരിത്രത്തെയും പുരാതന വിശ്വാസങ്ങളെയും കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ച നിധി തന്നെയാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ബൈബിളിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് കരുതുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചരിത്രത്തിന്റെ ഇതുപോലെയുള്ള നിഗൂഢതകൾ ഇനിയും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.